നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് വത്തിക്കാൻ. ശ്വാസകോശ അണുബാധ കുറഞ്ഞതായും രക്തപരിശോധന അടക്കമുള്ളവയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും മെഡിക്കൽ സംഘം. സഹപ്രവർത്തകരുമായും മാർപ്പാപ്പ സംസാരിച്ചു. ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി അദ്ദേഹത്തെ സന്ദർശിച്ചു. UGCയുടെ കരട് റെഗുലേഷനെതിരെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ ഇന്ന് നടക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ BJP ഇതര വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും. കൺവെൻഷനിൽ പങ്കെടുക്കരുതെന്ന് VC-മാർക്ക് ഗവർണറുടെ നിർദ്ദേശം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം 11ാം ദിനത്തിലേക്ക്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് മഹാസംഗമം സംഘടിപ്പിക്കും. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്തയുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പർവേഷ് വർമ്മ അടക്കം 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP മുഖ്യമന്ത്രിമാർ, NDA നേതാക്കൾ, സിനിമാ താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. എൻഡോസൾഫാൻ ദുരന്തബാധിതർ വീണ്ടും സമരത്തിലേക്ക്. ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. അധികാരികളിൽ നിന്നും ലഭിച്ച ഉറപ്പ് ലംഘിക്കപ്പെട്ടതായി ദുരിതബാധിതർ ആരോപിക്കുന്നു. CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകും. കോഴിക്കോട് ശമ്പളം ലഭിക്കാത്ത മനോവിഷമത്തിൽ ജീവനൊടുക്കിയ അധ്യാപികയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വെട്ടി നൽകും. നാവികസേനയുടെ സുപ്രധാന വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് കൈമാറിയ കേസിൽ മലയാളി ഉൾപ്പെടെ 3 പേർ കൂടി അറസ്റ്റിൽ. മലയാളിയായ PA അഭിലാഷിനെ കൊച്ചിയിൽ നിന്ന് NIA സംഘം അറസ്റ്റ് ചെയ്തു. വേദൻ ലക്ഷ്മൺ ടണ്ടേടൻ, അക്ഷയ്, രവി നായിക് എന്നിവരെ കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. SFI സംസ്ഥാന സമ്മേളനം 2ാം ദിനം. പ്രതിനിധി സമ്മേളനം ഇന്ന് തുടരും. സംഘടനാ റിപ്പോർട്ടിന്മേൽ ചർച്ച നടക്കും. സമ്മേളനം നാളെ സമാപിക്കും. പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണശാല സ്ഥാപിക്കാനുള്ള തീരുമാനത്തിന് LDFന്റെ അംഗീകാരം. CPIയും RJDയും എതിർപ്പറിയിച്ചെങ്കിലും മുന്നോട്ട് തന്നെയെന്ന് നിലപാടെടുത്ത മുഖ്യമന്ത്രി. പദ്ധതിയിൽ ആശങ്ക വേണ്ടത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. മാർച്ച് 13 നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലോത്സവത്തിന്റെ അവലോകന യോഗം ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പൊങ്കാലയ്ക്ക് ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെന്നും ഫ്ലക്സ് ബോർഡുകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശം. ഭക്ഷണം നൽകുന്നതിന് പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ഉപയോഗിക്കരുതെന്നും യോഗത്തിൽ മന്ത്രി അറിയിച്ചു. വേനൽ ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും കോഴിക്കോട് ജില്ലയിൽ മാത്രം 32 ഡിഗ്രി സെൽഷ്യസ് ചൂടിന്റെ വ്യാപ്തി. നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച കേസിൽ ഒരാഴ്ചക്കകം യോഗം വിളിക്കാൻ മേൽനോട്ട സമിതിക്ക് സുപ്രീംകോടതി നിർദ്ദേശം. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും യോഗം വിളിച്ച് ഇരുഭാഗത്തിനും സ്വീകാര്യമാകുന്ന പരിഹാരം കണ്ടെത്താൻ കോടതി നിർദ്ദേശം നൽകി. തമിഴ്നാട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ മേൽനോട്ട സമിതി പരിഗണിക്കണമെന്നും കോടതി. ശശി തരൂരിനെ പിന്തുണച്ച കെ സുധാകരൻ, തരൂർ വലിയ ദ്രോഹമെന്നും ചെയ്തിട്ടില്ലെന്നും ചിലർ പ്രശ്നത്തെ വ്യാഖ്യാനിച്ച് വലുതാക്കുകയാണെന്നും കെ സുധാകരൻ. വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണം അവരുടെ സ്വഭാവം അനുസരിച്ചാണെന്നും പ്രശ്നം അടിച്ചമർത്തേണ്ടത് പാർട്ടി ഉത്തരവാദിത്തമാണെന്നും സുധാകരൻ. മൂന്നാറിൽ വനം വകുപ്പിനെതിരെ ജനരോക്ഷം. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനരോക്ഷം ഉയർന്നത്. വനം വകുപ്പിന്റെ കീഴിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് CPI. വന്യമൃഗശല്യം ഒഴിവാക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ പ്രൈമറി റെസ്പോൺസ് ടീം ആരംഭിക്കുമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. മൂന്നാർ മറയൂർ റോഡിൽ പ്രത്യേക എലഫന്റ് സ്ക്വാഡും പ്രവർത്തിക്കും.
കേരള ഹീമോഫീലിയ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ച നടത്തി. നിലവിൽ താലൂക്ക് ആശുപത്രികളിൽ ഹീമോഫീലിയ ഫാക്ടർ ലഭ്യതയുമായി നിലനിൽക്കുന്ന അപര്യാപ്തത കമ്മിറ്റി പ്രതിനിധികൾ മന്ത്രിയെ അറിയിച്ചു. രോഗികളുടെ സാന്ദ്രത കണക്കിലെടുത്ത ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് കേന്ദ്രത്തിലേക്ക് ഒരാഴ്ചക്കകം മരുന്ന് വിതരണം ചെയ്യാൻ മന്ത്രി നിർദ്ദേശം നൽകി. മലപ്പുറം കപ്പൂർ പഞ്ചായത്തിലെ മാരായംകുന്നിലെ ജലസമൃദ്ധമായ പൂണൂൽക്കുളം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പരാതികൾ നിരവധി തവണ അധികൃതർക്ക് കൈമാറിയിട്ടും കുളത്തെ അവഗണിക്കുന്നു എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. മലപ്പുറം തവനൂർ പഞ്ചായത്ത് ഇനി ബാലസൗഹൃദ ഭവനങ്ങളാകും. രാജ്യത്ത് ആദ്യമായാണ് ഒരു പഞ്ചായത്ത് കുട്ടിപ്പുര എന്ന പേരിൽ ബാലസൗഹൃദ ഭവനങ്ങൾ ഒരുക്കുന്നത്. കുട്ടിപ്പുര പദ്ധതിയുടെ ഗൃഹസന്ദർശന വിവരശേഖരണത്തിന് ആരംഭം കുറിച്ചു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ആലപ്പുഴ ചെങ്ങന്നൂരിൽ CPIM ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്നാരോപിച്ച് ഈ മാസം 25-ന് CPIM-ന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ഇടുക്കി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായുള്ള അടിമാലി ഏരിയയിലെ പ്രചരണ കാൽനട ഏരിയ ജാഥയ്ക്ക് തുടക്കം കുറിച്ചു. ജാഥ പഴമ്പിള്ളിച്ചാലിൽ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റ് ജനദ്രോഹപരമാണെന്ന് ആരോപിച്ച് തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നതടക്കം ആവശ്യം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ ഉപരോധവുമായി ഭൂവുടമകൾ. നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വസ്തു ഏറ്റെടുത്തതിൽ 2.5 വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം. 50ഓളം വസ്തുടമകൾ ഓഫീസ് ഉപരോധിച്ചു. ഇടുക്കി ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. തൃശൂർ മേത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഭൂനികുതി വർധനവിനെതിരെ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC എക്സിക്യൂട്ടീവ് അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഷൊർണൂർ കൊച്ചിപ്പാലത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം സ്വകാര്യ സ്ഥാപനത്തിന്റെ പാർക്കിംഗിന് വേണ്ടി മണ്ണിട്ട് നികത്തി കയ്യേറി. വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കാൻ കണ്ടെത്തിയ സ്ഥലത്താണ് ഇത്തരത്തിൽ സ്ഥലം കയ്യേറിയത്. കൊല്ലം ചാത്തന്നൂരിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന തിരുമുക്കിലാണ് പൈപ്പ് പൊട്ടിയത്. വെള്ളം ഒഴുകിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കൊട്ടിയം ചാത്തന്നൂർ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം വരുന്ന പൈപ്പാണ് പൊട്ടിയത്. ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് 3 വിദ്യാർത്ഥികൾ മരിച്ചു. ആദിക, വേണിക, സുധൻ എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത്. ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപത്തായിരുന്നു അപകടം. 40 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കൊല്ലം കടക്കലിൽ 47-കാരൻ കഴുത്തറുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു. ആറ്റിങ്ങൽ സ്വദേശിയായ ജോയിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടക്കൽ പോലീസ് എത്തി ജോയിക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് അമ്പലവയലിലെ ജിമ്മിൽ വ്യായാമം ചെയ്തതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. അമ്പലവയൽ കുപ്പക്കൊല്ലി സ്വദേശി സൽമാനാണ് മരിച്ചത്. കഞ്ചാവുമായി കാസർഗോഡ് സ്വദേശി ഉൾപ്പെടെ 4 പേർ മംഗളൂരുവിൽ പിടിയിൽ. 2 വാഹനങ്ങളിലായി കടത്തിയ 119 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് കൊണാജി പോലീസ് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. മലപ്പുറം നിലമ്പൂരിൽ വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. മപ്പാട് സ്വദേശി നൌഷാദാണ് അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് MDMA കണ്ടെത്തിയത്. ഗ്രാമിന് 3000 രൂപ നിരക്കിലാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ മോട്ടോർ മോഷണം നടത്തിയ 3 പേരെ പോലീസ് പിടികൂടി. 2 മാസത്തോളമായി 2 ഇടങ്ങളിൽ നിന്നായി വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 6 മോട്ടോറുകൾ മോഷണം പോയതായി പരാതി ലഭിച്ചിരുന്നു.
മലപ്പുറം നിലമ്പൂരിൽ തേനീച്ചയുടെ കുത്തേറ്റ് തൊഴിലാളി മരിച്ചു. സൂപ്പർവൈസർ ഉൾപ്പെടെ നിരവധി പേർക്ക് കുത്തേറ്റു. മുണ്ടേരി വിത്തു കൃഷിത്തോട്ടത്തിലെ തൊഴിലാളിയായ ജയചന്ദ്രനാണ് മരിച്ചത്. ശരീരത്തിൽ 100ഓളം കുത്തേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ആലപ്പുഴ അപ്പർ കുട്ടനാട്ടിലും കാട്ടുപന്നി ഇറങ്ങി. വിയപുരം 11-ാം വാർഡിലാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയെ കണ്ടത്. വിളകൾ നശിപ്പിച്ചു എന്ന പരാതിയെ തുടർന്ന് പന്നിയെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. മലപ്പുറം പൊന്നാനി ഈഴുവത്തിരുത്തി പ്രദേശങ്ങളിൽ അഴുക്കുചാലുകളിലും കലുങ്കുകളിലും മണൽ അടിഞ്ഞുകൂടുന്നതിന് മലിനജലം കെട്ടിക്കിടക്കുന്നതായി പരാതി. ഡ്രൈനേജുകളിലെ മണൽ നഗരസഭ നീക്കം ചെയ്യണമെന്ന് UDF പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. ചെളിയും മണ്ണു നീക്കം ചെയ്യാത്തതിനാൽ മഴക്കാലത്ത് മിക്ക വീടുകളിലും വെള്ളം കയറി ജനങ്ങൾക്ക് താമസം മാറേണ്ടി വരുമെന്ന സ്ഥിതിയാണ്. പ്രാദേശിക തലത്തിൽ ക്രിക്കറ്റ് താരങ്ങളെ വളർത്തിയെടുക്കുവാൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ ക്രിക്കറ്റ് ടർഫ് വിക്കറ്റ് ഒരുക്കി നാഷണൽ ടീമിന്റെ കോച്ചായിരുന്ന ബിജു ജോർജ്. തിരുവനന്തപുരം വട്ടപ്പാറ കുറ്റ്യാടിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ക്രിക്കറ്റ് ടർഫ് നിർമ്മിച്ചത്. മലപ്പുറത്ത് മുനിസിപ്പൽ വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ലീഗ് സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് DYFI നേതൃത്വത്തിൽ കൊല്ലം കമ്പോളം ശുചീകരിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി K ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം എടപ്പാളിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തി. ഡോണേഴ്സ് കേരളയും പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും ഫോറം സെന്റർ എടപ്പാളും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. എടപ്പാൾ ഫോറം സെന്ററിൽ നടന്ന ക്യാമ്പിൽ 68 പേർ രജിസ്റ്റർ ചെയ്യുകയും 52 പേർ സന്നദ്ധ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ 2024-25 മത്സ്യസമ്പത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം BM കായലോരത്ത് മത്സ്യകൃഷിക്ക് തുടക്കമായി. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുംപുറം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാറഞ്ചേരി സ്വദേശി അരവിന്ദന്റെ നേതൃത്വത്തിലാണ് മത്സ്യകൃഷിക്ക് തുടക്കമായത്. തൃശൂർ പെരുവള്ളൂർ ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. പെരുവള്ളൂർ സ്കൂളിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്ര അമ്പാടി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ഉദ്ഘാടനം ചെയ്തു. വ്യാജരേഖയിലെത്തിയ നിരവധി പേർ കുവൈറ്റിൽ പിടിയിലാകുന്നു. കുവൈറ്റിലെ പുതിയ ബയോമെട്രിക് സംവിധാനമാണ് വ്യാജന്മാരെ പിടികൂടിയത്. പിടിക്കപ്പെടുന്ന ഇത്തരക്കാരെ നാടുകടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ താൽക്കാലികമായി നിർത്തലാക്കിയ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ പുനഃസ്ഥാപിച്ചു. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ പോർട്ടലിലാണ് മൾട്ടിപ്പിൾ എൻട്രി വിസക്കുള്ള ഓപ്ഷൻ വീണ്ടും എത്തിയത്. മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ സൗദി നിർത്തലാക്കിയത് ജനുവരി 31 മുതൽ. ചൈനയിൽ നടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണത്തിൽ റെക്കോർഡ് കുറവ്. 2024-ൽ രാജ്യത്തുണ്ടായത് 20% കുറവ്. സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാവുന്ന പ്രതിബന്ധത്തിന് മൂലം വിവാഹ ചടങ്ങ് താങ്ങാനാവാതെ വരുന്നതും ചൈനീസ് ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് 2024-നെ ശുഭകരമായി കാണാത്തതുമാണ് വിവാഹങ്ങൾ കുറയുന്നതിന് കാരണം. സൗദിയിലെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഇന്ത്യൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഫോറം ഇന്ന് നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെയാണ് ഓപ്പൺ ഫോറം നടക്കുക. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമയ്ക്ക് അവരുടെ അടിയന്തര പ്രശ്നങ്ങൾ പരിഹാരം തേടി വൈകിട്ട് 3:30 മുതൽ മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കോൺസുലേറ്റിൽ എത്താനാകും. UAE-യിൽ റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ വാടക ഉയർത്തുന്ന കാര്യം 90 ദിവസത്തിന് മുൻപെങ്കിലും ഉടമകൾ താമസക്കാരെ അറിയിക്കണമെന്ന് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ്. പുതിയ വാടക സൂചികയിൽ വാടക വർദ്ധിപ്പിക്കാൻ യോഗ്യത നേടിയ ഉടമകൾക്കാണ് ഇക്കാര്യം ബാധകമാവുക. DLD വാടക സൂചിക പുറത്തിറക്കിയത് കഴിഞ്ഞ മാസം. മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന തുടരും സിനിമയുടെ പോസ്റ്റർ പങ്കുവെച്ച അണിയറ പ്രവർത്തകർ. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ കൺമണി പൂവേ എന്ന പാട്ടിന്റെ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. പാട്ട് ഫെബ്രുവരി 21-ന് പുറത്തുവിടും. അർജുൻ അശോകൻ, അജു വർഗീസ്, സഹാന കൃഷ്ണകുമാർ എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന നാൻസി റാണി മാർച്ച് 14-ന് തിയേറ്ററുകളിലെത്തും. നവാഗത ജോസഫ്, മനു ജെയിംസ്,
രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ ലിറിക്കൽ ഗാനം പുറത്തിറങ്ങി. അജു വർഗീസാണ് ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂക്ക ചിത്രങ്ങളെ തീവ്രമായി ആരാധിക്കുന്ന നാൻസി റാണി എന്ന പെൺകുട്ടിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ദുബായിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പരമ്പര ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് എത്തിയിരിക്കുന്നത്.